കേരളം വീണ്ടും കച്ചമുറുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക്. അതിന്റെ കൊടിയേറ്റം അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരുന്നതോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി മലപ്പുറത്തേക്ക് കൂടി പോവുകയാണ്. അവിടെ മലപ്പുറത്ത് CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് അവിടെ ഒരു നിർണായക ഫാക്ടറാണ്. ആ ഫാക്ടറിൽ ഇപ്പോൾ ഉയരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ളത്, മറ്റൊന്ന് ഒരു തലമുറ മാറ്റം, ഒരു പ്രായം ഏറിയവരെ മാറ്റണം എന്നുള്ള അഭിപ്രായ സ്വരങ്ങളൊക്കെ പലയിടത്തായിട്ട് ഉയർന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ലീഗ് ക്യാമ്പിന്റെ പ്രതീക്ഷ? എൽദോ, നമുക്കറിയാം UDF-ലെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ്. അതായത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിനേക്കാൾ നേട്ടം സ്ട്രൈക്ക് റേറ്റിൽ ലീഗ് നേടി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണയും ലീഗിന്റെ പ്രതീക്ഷകൾ പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് ചോദിക്കാതെ വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ലീഗ് ഉദ്ദേശിക്കുന്നത് 20ഓളം സീറ്റുകൾ, 27 സീറ്റിലാണ്, 2 ഇടങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും. 20ഓളം സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാൻ ലക്ഷ്യമിട്ടാണ് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉള്ളത്. അവിടെ ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില ചർച്ചകളിൽ പ്രധാനമായിട്ടും ഉയരുന്നത് 3 ടേം വ്യവസ്ഥ കർശനമാക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയതിൻ്റെ ആവശ്യകത മുൻനിർത്തി അത്തരത്തിൽ ഒരു കർശന സമീപനം സ്വീകരിച്ചേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 5 MLA-മാർക്ക് മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ, സിറ്റിംഗ് MLA-മാർ. ബാക്കി എല്ലാവരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. 27 സീറ്റിൽ പുതുമുഖങ്ങൾക്കും അതുപോലെ വനിതകൾക്കും ഇടമുണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്ക് ലഭ്യമായ ഒരു വിവരങ്ങൾ വെച്ച് പല സീറ്റുകളിലെയും ചർച്ചകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിലും തിരൂരങ്ങാടിയിലും വള്ളിക്കുന്നിലും മലപ്പുറത്തുമായിരിക്കും സിറ്റിംഗ് MLA-മാർ മാറുക. അതുപോലെ കാസർഗോഡ് നെല്ലിക്കുന്നും മാറാൻ സാധ്യതയുണ്ട്. മറ്റിടങ്ങളിലൊക്കെ തന്നെ ഈ സിറ്റിംഗ് MLA-മാർ തന്നെയാകും മത്സരിക്കുക എന്ന് തന്നെയാണ് അറിയാൻ സാധ്യത. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊക്കെ പ്രധാന നേതാക്കൾ എവിടെയെല്ലാം മത്സരിക്കുമെന്നുള്ളത്. നിലവിൽ കാസർഗോഡേക്ക് KM ഷാജിയുടെ പേര് ഏകദേശം ചർച്ചകളിൽ സജീവമായിട്ട് KM ഷാജി കാസർഗോഡ് മത്സരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുമോ അതോ വേങ്ങര തന്നെ തുടരുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അദ്ദേഹം 3 തവണ ഇതിനോടകം തന്നെ വേങ്ങരയിൽ മത്സരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി മലപ്പുറത്തേക്ക് അദ്ദേഹം മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ട് കണ്ടറിയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തെ ഈ നിലവിലെ MLA ഉബൈദുള്ള 3 ടേം പൂർത്തിയാക്കി മാറുന്ന ഒരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെ MK മുനീർ, അദ്ദേഹം കോഴിക്കോട് സൗത്തിലായിരിക്കും ഇത്തവണ മത്സരിക്കുക എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ കൊടുവള്ളിയായിരുന്നു. കൊടുവള്ളിയിൽ ഒരുപക്ഷെ ഇത്തവണ അവിടെ PK ഫിറോസിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും സജീവമായി കേൾക്കുന്നത്. അതും ഇനിയും ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ തീരുമാനം വരേണ്ടതുണ്ട്. പ്രധാനമായിട്ടും പിന്നെ പേരുകൾ നിലനിൽക്കുന്ന പേരുകളിൽ വരുമ്പോൾ കൊണ്ടോട്ടിയിലും അതുപോലെ കോട്ടയ്ക്കലും മങ്കടയിലുമൊക്കെ സിറ്റിംഗ് MLA-മാർ തന്നെ, പെരിന്തൽമണ്ണയിലൊക്കെ സിറ്റിംഗ് MLA-മാരായ നേതാക്കൾ തന്നെ. കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളും കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിമും അതേപോലെ പെരിന്തൽമണ്ണ നജീബ് കാന്തവരും മങ്കട മഞ്ഞലാംകുഴിയിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കൊണ്ടോട്ടിയിൽ ഒരുപക്ഷെ ചില താഴെത്തട്ടിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കൊണ്ടോട്ടിയിലും ഒരു മാറ്റത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഏറനാട് PK ബഷീർ തന്നെ തുടരാനാണ് സാധ്യത. മണ്ണാർക്കാട് N ഷംസുദ്ദീനും തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ നിലവിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തുടരും എന്ന തരത്തിൽ തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് പുറമെ യൂത്ത് ലീഗിൻ്റെ നേതാക്കളായ PK ഫിറോസും അത്തരത്തിൽ സീറ്റിന് വേണ്ടി TP അഷ്റഫ് അലി തുടങ്ങി ഫൈസൽ ബാബു തുടങ്ങി സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള നേതാക്കൾ ഒരു പടി ഉണ്ട്. താനൂർ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. അത് 2 തവണയായിട്ട് LDF-ൻ്റെ കൈവശമാണുള്ളത്. താനൂർ പിടിക്കാൻ ഒരു യുവ നേതാവ് വരും. PK നവാസ് MSF-ൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. നവാസോ അല്ലെങ്കിൽ ഫൈസൽ ബാബുവോ ആയിരിക്കും അവിടേക്ക് വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി എവിടെയാകും എന്നുള്ള ചോദ്യവും ഉത്തരം കിട്ടേണ്ടതാണ്. പ്രധാനമായിട്ടും സുഹറ മമ്പാട്, ജയന്തി രാജൻ എന്നീ 2 പേരുകളാണ് ലീഗിൻ്റെ ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലുള്ളത്. അതിൽ സുഹറ മമ്പാടിന് സാധ്യതയുണ്ടെങ്കിലും മലപ്പുറത്ത് ഒരു പക്ഷേ അവർക്ക് സീറ്റ് ലഭിക്കാൻ ഇടയില്ല. അങ്ങനെയാണെങ്കിൽ ജയന്തി രാജൻ മാത്രമാകും ഒരു പക്ഷേ മത്സരിക്കുക. അവർ കൂത്തുപറമ്പിൽ മത്സരിക്കുമെന്ന തരത്തിലാണ് ലഭ്യമാകുന്ന വിവരം. അതേപോലെ മലപ്പുറത്തേക്ക് തന്നെ വരികയാണെങ്കിൽ മഞ്ചേരിയിലെ MLA UA ലത്തീഫ് തവണ
മാറി നിൽക്കും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പകരം ഒ റഹ്മത്തുള്ള STU നേതാവാണ്, പഴയ CPI നേതാവാണ് അദ്ദേഹം. STUവിൻ്റെ ലീഗിൻ്റെ തൊഴിലാളി സംഘടന STUവിൻ്റെ നേതാവാണ്. അദ്ദേഹമാകാം മഞ്ചേരിയിൽ മത്സരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പൊതുവേ ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളില്ലാതെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും. ഇവിടെ ഇനി കീറാമുട്ടയായി കിടക്കുന്ന ഒരേ ഒരു കാര്യം തിരുവമ്പാടി പട്ടാമ്പി സീറ്റ് കൈമാറ്റം മാത്രമാണ്. അതിൽ ഒരുപക്ഷെ ഇന്ന് UDF യോഗത്തിൽ അക്കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അന്തിമ ധാരണയിലെത്തിയിട്ടുണ്ട്. 17-ാം തീയതിയാണ് ലീഗിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു ധാരണയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. തിരുവമ്പാടിയിൽ നിലവിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയ് ആയിരിക്കും മത്സരിക്കുക. പട്ടാമ്പിയിൽ ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആര് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. പട്ടാമ്പിയിൽ തന്നെയുള്ള MA സമദ്, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ മുൻ ട്രഷററാണ്, തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അവിടെ യൂത്ത് ലീഗിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരും സജീവമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ലീഗിനെ സംബന്ധിച്ച് നിലവിൽ അവർക്ക് നഷ്ടമായ മണ്ഡലം മലപ്പുറത്ത് തിരിച്ചു പിടിക്കേണ്ടത് താനൂർ മാത്രമാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കുന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോടും കണ്ണൂരും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടും. അതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ച് പക്ഷേ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് പാലക്കാട്, മണ്ണാർക്കാടിന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് എവിടെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞവനൊക്കെ പുനലൂർ മത്സരിക്കാൻ വേണ്ടി മത്സരിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും കൂടുതൽ സീറ്റുകളിൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മലബാറിൽ തന്നെയായിരിക്കും ലീഗിൻ്റെ ഭൂരിപക്ഷം സീറ്റുകളും ഉണ്ടാവുക. UDF അധികാരത്തിലെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗ് മികച്ച ഒരു വിജയം മലബാറിൽ നേടേണ്ടതുണ്ട്. 20-ലേറെ സീറ്റുകൾ അതുകൊണ്ട് തന്നെ ലീഗ് ലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. എന്താണെങ്കിലും മലബാറിലെ സംബന്ധിച്ച് UDFൻ്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമാവുക ലീഗിൻ്റെ പ്രകടനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ പുതുമുഖങ്ങളെക്കാൾ കൂടുതൽ മണ്ഡലം നിലനിർത്താൻ സാധ്യതയുള്ളവരെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാകും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തും ഉണ്ടാവുക. റൈറ്റ്. CV അനുമോദ് സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗിൽ കാര്യമായിട്ടുള്ള മുഖംമാറ്റത്തിനൊന്നും സാധ്യതയില്ല എന്ന് തോന്നുന്നു. കാരണം ലീഗിന് ഇപ്പോൾ ഉള്ളത് 15 MLA-മാരാണ്. ആ 15 MLA-മാരിൽ 3 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും 60-നും 80-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അപ്പോൾ അവിടെയും നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയൊക്കെ തന്നെ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാലും അല്പസമയത്തിനകമാണ് ഇനി വാർത്താ സമ്മേളനം. റൈറ്റ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വാർത്താ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ ഡൽഹിയിൽ പൂർണ്ണമാണ്. 5 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.